എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 18-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈഃ സൂതാദ്യൈ പരിണുതഭാവി ഭൂരിവീര്യ വേനാർത്തിയാ കബളിതസമ്പദം ധരിത്രീമാക്രാന്താം നിജധനുഷാ സമാമകാർഷീഃ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. വിഖ്യാത പൃഥുരിതി, വിഖ്യാതനായ പൃഥു എന്ന മഹാരാജാവ്. താപസോപദിഷ്ടൈ, താപസന്മാർ ഉപദേശിച്ചതനുസരിച്ച്. സൂതാദ്യൈ, സൂതാദികളാൽ. പരിണുത ഭാവി ഭൂരിവീര്യ, ഭാവിയിൽ മഹാപരാക്രമശാലിയാകും എന്ന്. വേനാർത്തിയ കബളിത സമ്പദം ധരിത്രീം, വേനൻ്റെ പീഡകളാൽ സമ്പത്തെല്ലാം ഉള്ളിലേക്ക് വലിച്ച, അല്ലെങ്കിൽ ഭൂമി സമ്പത്തിനെ എല്ലാം മറച്ചു വെച്ചിരുന്നു. ആ ഭൂമിയെ ആക്രാന്താം നിജധനുഷാ സമാം അകാർഷി, പരാക്രമം കൊണ്ട് നിലയ്ക്ക് നിർത്തി, തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട് നിരപ്പാക്കുകയും ചെയ്തു ഭൂമിയെ എന്ന് പറയാണ്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? വിഖ്യാതനായ പൃഥു മഹാരാജാവ് വിഷ്ണു ഭഗവാന്റെ അംശം തന്നെയാണെന്ന് താപസവര്യന്മാർ ഉപദേശിക്കുകയും സ്തുതിപാഠകന്മാർ സ്തുതിക്കുകയും ചെയ്തപ്പോൾ പരാക്രമിയായ അദ്ദേഹം വേനനെ ഭയന്ന് സമ്പത്തെല്ലാം മറച്ചുവെച്ചിരുന്ന ഭൂമിയെ തൻ്റെ വില്ലുകൊണ്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അതായത് ദുഷ്ടന്മാർ പെരുകുമ്പോൾ ഭൂമി അതിനനുസരിച്ച് പ്രതികരിക്കൂത്രേ. ഭൂമി സർവസമ്പന്നത ഉള്ളതാണ്. പക്ഷേ ഭൂമിദേവിക്ക് ഈ വേനൻ്റെ ദുഷ്ടത്തരം കാരണം ഒന്നും സമൃദ്ധമായി നൽകാൻ തോന്നിയില്ല. അപ്പം എന്തു ചെയ്തു? ഭൂമിദേവി തൻ്റെ സമ്പത്തെല്ലാം ഉള്ളിലേക്ക് വലിച്ചു. ആ സമയത്താണ് പൃഥു മഹാരാജാവിൻ്റെ ജനനവും സ്തുതിപാഠകന്മാർ അദ്ദേഹത്തെ വിഷ്ണു ഭഗവാന്റെ അംശം തന്നെയാണ് എന്ന് പറഞ്ഞ് കീർത്തിക്കുന്നതും എല്ലാം. അപ്പോൾ ആ ഭൂമിയെ തൻ്റെ വില്ലുകൊണ്ട് ആക്രമിച്ച് പൃഥു മഹാരാജാവ് കീഴ്പ്പെടുത്തി എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ.